അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ സെന്റാങ്കിൾ ആർട്ട് മാത്രമല്ല ചെയ്തു പോയത്. അതൊക്കെ കുറച്ച് പേർക്ക് കണ്ട് ബോറടിച്ചു എന്നൊക്കെ മനസ്സിലായി. അപ്പൊ ഇന്നൊരു ചേഞ്ചിനായിട്ട് നമുക്ക് ഇന്നൊരു ഡൂഡിൽ ആർട്ട് പരിചയപ്പെടാം. കുറെ പേർക്കൊക്കെ ഡൂഡിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയുന്നുണ്ടാവും, അവർ ചെയ്യുന്നുണ്ടാവും. ഇനി അറിയാത്തവർക്കാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഡൂഡിൽ ആർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന സാധനം എന്ന് വരയ്ക്കണം എന്നൊന്നുമില്ല. നമ്മുടെ മൈൻഡിൽ എന്താണോ തോന്നുന്നത് അതൊക്കെ ഇങ്ങനെ റാൻഡം ആയിട്ട് ഇങ്ങനെ വരച്ചു പോണതാണ് ഡൂഡിൽ ആർട്ട്. പക്ഷേ സെന്റാങ്കിൾ ആർട്ടിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു പാറ്റേൺ ആയിരിക്കും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഡൂഡിൽ ആർട്ടിൽ അങ്ങനെയല്ല, ഒരു പാറ്റേണും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവില്ല. നമ്മുടെ മൈൻഡിൽ എന്താണ് തോന്നുന്നത് അതിങ്ങനെ റാൻഡം ആയിട്ട് വരച്ചു പോണതിനെയാണ് ഡൂഡിൽ ആർട്ട് എന്ന് പറയാം. അപ്പോ ഈ രണ്ട് ആർട്ട് തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് ഒക്കെ കുറച്ച് പേർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടിക്കാണും. ഞാൻ ഇവിടെ എന്റെ മൈൻഡിൽ തോന്നിയ റാൻഡം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ വരച്ചു പോണത്. നിലവിൽ എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഈ ഒരു ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡൂഡിൽ ആർട്ട് ചെയ്യണം എന്നാണ്. ഒരു ചലഞ്ച് പോലെ വേണമെങ്കിൽ അതൊരു സീരീസ് ആയിട്ട് തുടങ്ങാം. നിങ്ങൾക്കത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി, നമുക്കതൊരു സീരീസ് ആയിട്ട് തുടങ്ങാം. അങ്ങനെ ഇതാ നമ്മുടെ ഡൂഡിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമന്റ് ചെയ്ത് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.